ഈസി ആയിട്ടൊരു കഫ്താൻ എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാവേ. ഇത് തയ്ക്കാൻ സ്റ്റിച്ചിങ് ഒത്തിരി അറിയണമെന്നൊന്നുമില്ല. കീറിയ തുണി തയ്ക്കുന്നവർക്കും ഷേപ്പ് അടിക്കുന്നവർക്കും ഒക്കെ ഉറപ്പായിട്ടും ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന് നമുക്ക് പഴയൊരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പം അമ്മയുടെ സെറ്റ് സാരി എടുത്തുകൊണ്ട് വന്നത്. ഇതിനതിൽ എവിടെയോ ഒരു ചെറിയൊരു കറയുണ്ട്. അന്നേരം അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. അന്നേരം എനിക്ക് തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേ കേട്ടോ. എൻ്റെ ഷോർട്സൊക്കെ കണ്ടിപ്പോഴത്തെ എൻ്റെ ക്രേസ് ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് പാവം നാട്ടിൽ പോയിട്ട് വന്നപ്പം ഒരു വലിയ ബിഗ് ഷോപ്പറിന് അതിൽ കുറേ തുണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആദ്യമേ ഇതെടുത്ത് പഴയൊരു ലെങ്തി ടോപ്പിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പം 43 ആയിരുന്നു വേണ്ടത്. ഞാനൊരു 45 എടുത്തു. മടക്കിയൊക്കെ ഒന്ന് തയ്ച്ച് എക്സ്ട്രാ ഇരുന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 45 ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. അങ്ങനെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ തൊട്ട് മുമ്പായിട്ട് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഏറ്റവും മുന്നിൽ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ സെറ്റ് സാരി ആയതുകൊണ്ട് 5 മീറ്റർ ഉണ്ടല്ലോ ഈ സാരി ടോട്ടൽ. അന്നേരം ഈ 45 സെൻറ്റിമീറ്റർ അളന്നിട്ട് അതിങ്ങനെ മടക്കി വെട്ടുന്നത് കുറച്ച് പാടാണ് തുടക്കക്കാർക്ക്. അല്ലാത്തവർക്ക് ഈസിയാണ് കേട്ടോ. അന്നേരം സെറ്റും മുണ്ടുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനത്തെ ഇങ്ങനെ 2 പോർഷൻ ആക്കിയതിന് ശേഷം ഈ 45 സെൻറ്റിമീറ്റർ ആ ഒരു അളവിൽ നല്ല വൃത്തിയായിട്ട് അളന്നെടുക്കണം. ഇതിപ്പം ഫാനിൻ്റെ കാറ്റുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫാനൊക്കെ കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തു. കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് ഇനി കഴുത്തിൻ്റെ പോർഷൻ വെട്ടിയെടുക്കണം. കഴുത്തിൻ്റെ എന്ന് പറയുമ്പം നമുക്ക് കഴുത്തിന് എത്ര ലെങ്ത് വേണമെന്നും പിന്നെ ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനുമാണ് നമുക്ക് അളന്നെടുക്കേണ്ടത്. എന്നിട്ട് അത് വെട്ടണം. ഇതിപ്പം അങ്ങനെ അളന്നെടുക്കാൻ പറ്റാത്തവർ ഇതിൻ്റെ പുറത്ത് ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ട് ആ ടോപ്പിൻ്റെ അളവിൽ കഴുത്ത് വെട്ടിയെടുത്താൽ മതി. ഞാൻ ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരേ അളവിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 6 ഇഞ്ച് എടുത്തിട്ടാണ് കഴുത്തിൻ്റെ ലെങ്ത് മെഷർ ചെയ്തത്. അങ്ങനെ ഷോൾഡറിൻ്റെ പോർഷനും ഒക്കെ മെഷർ ചെയ്തതിന് ശേഷം ഒരു വി മോഡലിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ടേപ്പ് തന്നെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് വെച്ച് ആക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും പാടില്ല. പിന്നെ കഴുത്ത് ഫ്രണ്ടും ബാക്കും ഒരേ ഇറക്കത്തിൽ വേണ്ടാന്നുള്ളവർ ആ ടോപ്പിൻ്റെ അളവ് വെച്ചിട്ട് ഫ്രണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് ബാക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് പക്ഷേ ഈസിയാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒരേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വി മോഡലിൽ ഈ സിസർ വെച്ച് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഒരു പോർഷൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനകത്ത് മറ്റേ കളർ പെൻസിലുണ്ടല്ലോ അത് വെച്ചിട്ട് മാർക്ക് ചെയ്തേക്കുന്നുണ്ട്, ചെറുതായിട്ടേ അറിയുന്നുള്ളൂ. അന്നേരം അതുകൊണ്ട് ആ ഒരു മാർക്കിൽ ഞാൻ നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഫ്താന് വേണ്ടിയിട്ട് ആകെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഈ ഒരു കഴുത്തിൻ്റെ പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് ഇനി ഒന്ന് നൂത്തെടുക്കുമ്പോൾ ഏകദേശം ഒരു കഫ്താൻ്റെ മോഡലൊക്കെ ആവും. ഇനി നമുക്ക് ശ്രദ്ധിച്ച് കഴുത്ത് തയ്ച്ചെടുക്കണം കേട്ടോ. കഴുത്തെന്ന് പറയുമ്പം ഒരു 1 ഇഞ്ച് വലുപ്പത്തിൽ ഒരു തുണി എടുത്തിട്ട് അത് നല്ല വശവും ചേർത്തിട്ട് അതിൻ്റെ അരികിൽ കൂടെ തയ്ച്ചിട്ട് ഈ അരികിലുള്ള സ്റ്റിച്ചിങ് ഇല്ലാത്ത പോർഷനിൽ എല്ലായിടത്തും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണേ. എന്നിട്ട് ഇതൊന്ന് മടക്കി തയ്ക്കുമ്പോഴത്തേക്കിന് കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കഴുത്ത് തയ്ച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് അടുത്തുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അടിവശത്തെ അരികാണ് ഇപ്പോൾ ഈ അടിക്കുന്നത്. അരികൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചുരിദാറിൻ്റെ തുണി എടുത്തിട്ട് ഈ തുണിയുടെ പുറത്ത് വെച്ചിട്ട് നമുക്ക് അളന്നെടുക്കണം. ഇത് ഞാൻ തിരിച്ചിട്ടാണ് അളന്നെടുക്കുന്നത്. അതായത് നല്ല ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇത് പക്ഷേ അതിൻ്റെ ഒരു മാർഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചിട്ട് തന്നെ, അതായത് നല്ല വശം അല്ലാത്ത പോർഷനിലാണ് ഞാനിപ്പം മാർക്ക് ചെയ്യുന്നത്. പെൻസിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുള്ള് ലെങ്തിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഉടലിൻ്റെ ആ ഒരു പോർഷൻ വരെ നമ്മൾ പിടിച്ചിരുന്നാൽ മതി. ബാക്കി ഭാഗം ലൂസായിട്ട് കിടന്നാൽ മതി. അന്നേരം അത്രയും പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി പോർഷൻ കുറച്ച് ലൂസാക്കി സ്റ്റിച്ച് ചെയ്യണേ. ഇതിപ്പോൾ എന്തെങ്കിലും മുട്ടുസൂചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സെഫ്റ്റിപ്പും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിപ്പം മറ്റേ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കാണുന്നില്ല. ഇതിനകത്ത് ഇപ്പം ഇവിടെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. എങ്കിലും ഇത് നമ്മൾ നല്ല വശമാണല്ലോ നമ്മളിപ്പം തയ്ച്ചെടുക്കുന്നത്. തയ്ച്ചൊക്കെ കഴിയുമ്പോൾ ആ ഒരു മാർക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്തൂടെ ആക്കിയിട്ട് ഇങ്ങനൊരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും അരമണിക്കൂറിൽ എന്തായാലും തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.